റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ചതായി റിപ്പോർട്ട്. 25-ലധികം പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ നില ഗുരുതരമാണെന്നും സൂചനയുണ്ട്. അനിൽ വാസുദേവ് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അനിൽ, ഈ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ആരാധകരുടെ വലിയൊരു കൂട്ടം തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലായി എത്തുന്നുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനൊരു അപകടത്തിന് കാരണമായത്? പോലീസും ആരാധകരും തമ്മിൽ ഇടയ്ക്ക് ഉന്തും തള്ളുമുണ്ടായി എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ലായിരുന്നു അനിൽ വാസുദേവ്? ടിഗറിജിത, ഇന്ന് രാവിലെ മുതലാണ് ഈ RCBയുടെ വരവും കാത്ത ആരാധകർ വലിയ രീതിയിൽ തടിച്ചുകൂടിയത്. 10,000 എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം. വിധാൻ സൗദിക്ക് മുന്നിലും ഒപ്പം തന്നെ ഈ ഇന്ന് ഫെലിസിറ്റേഷൻ ചടങ്ങ് നടക്കുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലായി രാവിലെ മുതൽ തന്നെ ആയിരങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരുപക്ഷെ വിക്ടറി പരേഡ് ഒഴിവാക്കണം എന്ന തരത്തിലൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് പങ്കുവച്ചത്. പക്ഷേ സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്ന തരത്തിലാണ് ഈ ഒരു വിജയാഘോഷ പരിപാടിയെ കണ്ടത്. ഡെപ്യൂട്ടി CM DK ശിവകുമാർ നേരിട്ടെത്തിയാണ് ഈ താരങ്ങളെ വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ച. തൊട്ടു പിന്നാലെ ഈ താരങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയി. അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ തന്നെ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറം ചെന്ന് ഈ ഒരു പരിപാടി ഏറ്റെടുക്കുകയും അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ തന്നെ പറഞ്ഞു. 5 മണിക്കാണ് ഈ വിധാൻ സൗദയ്ക്ക് മുമ്പിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള വിക്ടറി പരേഡ് അതൊരു തുറന്ന ബസ്സിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ചിന്നസ്വാമിക്ക് മുന്നിൽ അതിനു മുമ്പ് തന്നെ ധാരാളം ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. ആ തിക്കിലും തിരക്കിലും പെട്ടാണ് ഇപ്പോൾ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 25-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ 6 പേരുടെ നില ഗുരുതരമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ മരിച്ചവരിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടി ആ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രതികരണം സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ മാധ്യമങ്ങളിൽ നിന്നോ വന്ന ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരിച്ച് വാർത്ത നൽകാൻ സാധിക്കുകയുള്ള പോലും. പക്ഷെ എന്തായാലും ദുഃഖകരമായ വാർത്തകളാണ്. പശ്ചാത്തലത്തിൽ ഇനി ഈ പരിപാടിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പോലീസോ മറ്റോ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനോ മറ്റു കാര്യങ്ങളിലേക്കോ പോലീസ് കടക്കുന്നുണ്ടോ? അനിൽ, തീർച്ചയായും വേണ്ടിവരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പോലീസും ട്രാഫിക് പോലീസും ഒക്കെ തന്നെ ഒരു തരത്തിൽ ഈ പരിപാടി നടത്തരുത്, ഇല്ലെങ്കിൽ അത്തരം ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയിച്ചതാണ്. പക്ഷേ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. നേരത്തെ 3 മണി മുതൽ 6 മണി വരെ ഒരു വലിയ റോഡ് ഷോക്കാണ് RCB മാനേജ്മെൻറ്റ് പദ്ധതിയിട്ടത്. പക്ഷേ ഈ ട്രാഫിക് പോലീസ് എതിർപ്പ് അറിയിച്ചത് പിന്നാലെയാണ് ഈ പരിപാടിയുടെ സമയം വെട്ടിക്കുറച്ചത്. 5 മണി മുതൽ 6 മണി വരെ മാത്രമാക്കി ഈ പരിപാടി ചുരുക്കി. അതിനുശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റേഡിയത്തിനകത്തേക്കും വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ RCBയുടെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാസ് കിട്ടുന്നവർക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന തരത്തിൽ തന്നെ RCB അവരുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്ററുകൾ പങ്കുവച്ചിരുന്നു. പക്ഷേ ആളുകൾ അവരുടെ ഹീറോസിനെ കാണാൻ, വിരാട് കോഹ്ലി അടക്കമുള്ള 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിരീടം നേടിത്തന്ന വീരന്മാരെ കാണാൻ വേണ്ടിയാണ് വലിയ രീതിയിൽ തിങ്ങി നിറഞ്ഞത്. പക്ഷേ അതൊക്കെ തന്നെ നയിച്ചത് ദാരുണമായ സംഭവങ്ങളിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എത്ര കണ്ട ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നും ആളുകൾ എത്ര കണ്ട് അവിടെ പോലീസ് ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട് എന്നുള്ളതും. ഈ അപകടത്തിന് പറ്റിയ ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ബംഗളൂരുവിൽ നിന്ന്, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ജനക്കൂട്ടം അവർ തിങ്ങി നിറഞ്ഞു. അതിനെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. മതിയായ സുരക്ഷ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ സർക്കാർ തന്നെ ഇതൊരു വലിയ ആഘോഷം എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നത്. DK ശിവകുമാർ അടക്കം വിമാനത്താവളത്തിലേക്ക് എത്തുന്നതൊക്കെ നേരത്തെ നമ്മൾ കണ്ടു. അങ്ങനെ നിരിക്കെ ഇങ്ങനെയൊരു വലിയ പരിപാടിക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? അനി, തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അമിതാവേശം, ഒരുപക്ഷെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയൊക്കെ തന്നെ അവിടെ സർക്കാർ നേരിട്ടിറങ്ങി ഈ പരിപാടിയെ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടത്. ഒരു തരത്തിൽ നമ്മൾ ഇക്കാലം അത്രയുമായി ഇങ്ങനെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ RCBയോടുള്ള ഡൈഹാർഡ് ഫാൻസ് എന്ന തരത്തിൽ തന്നെയായിരിക്കും ചിലപ്പോൾ DK ശിവകുമാർ അടക്കം നേരിട്ട് വിമാനത്താവളത്തിലെത്തി കർണാടകയുടെ പതാകയും ഒപ്പം തന്നെ RCBയുടെ പതാകയും പൂച്ചെണ്ടിനൊപ്പം നൽകിയാണ് വിരാട് കോഹ്ലിയെ സ്വീകരിച്ചത്. അദ്ദേഹം അതിനുശേഷം RCBയുടെ പതാക വീശിയാണ് കാറിൽ പോകുന്ന കാഴ്ചയൊക്കെ തന്നെ കണ്ടത്. അപ്പോൾ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ പോലീസിൻ്റെ ആ വാക്കിന് സർക്കാർ ഒരു തരത്തിലുള്ള വിലയും കൊടുത്തിട്ടില്ല, മുന്നറിയിപ്പിന് വില കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സങ്കടകരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് അപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ നിന്ന് പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിരവധി പേർ കുഴഞ്ഞു വീണിരിക്കുന്നു. അവരെയൊക്കെ തന്നെ അവിടുത്തെ വളണ്ടിയേഴ്സും ഒപ്പം തന്നെ മറ്റാളുകളും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. ഒരു
വലിയ രീതിയിൽ ടീം അവരുടെ വലിയൊരു ചരിത്ര നേട്ടം 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം IPL കിരീടം നേടി വരുന്ന ഈ ഒരു മൊമെന്റ് എല്ലാവരും ആഗ്രഹിച്ചത് സന്തോഷത്തോടുകൂടി ആർപ്പുവിളികളോടുകൂടി കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ്. 25-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേരുടെ നില ഗുരുതരം എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ 3 പേരുടെ മരണം സംഭവിച്ചു. അതിൽ ഒരു കുട്ടിയുമുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട്. RCBക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സംഘമാണ്. മുംബൈയേക്കാളും ചെന്നൈയേക്കാളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ടീമാണ്. അത് അവരുടെ കിരീടം ഇന്നലെ നേട്ടം കണ്ടപ്പോൾ ഇന്ത്യയൊട്ടാകെ ഓരോ തെരുവുകളിലും വഡോദരയിൽ ഈ മത്സരം നടന്ന അഹമ്മദാബാദും പ്രദേശത്തുമൊക്കെ തന്നെ എത്ര കണ്ട ആളുകൾ ഉറങ്ങാതെ ഈ വിജയം ആഘോഷിക്കുന്നത് കണ്ടു. അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും ഇന്ന് ബംഗളൂരുവിൽ കാണുമെന്ന ഉറപ്പായിരുന്നു ആളുകൾക്ക്. ഒരു തരത്തിലും നിയന്ത്രണമോ ഇല്ലെങ്കിൽ ഒരു തരത്തിൽ സ്വയം നിയന്ത്രണമോ ഇല്ലാത്ത തരത്തിൽ ആളുകൾ മതിമറന്ന് ആഘോഷിക്കുന്ന കാഴ്ച കൊണ്ട് ഇത് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഒരു തരത്തിലും സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശനമില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ട് പോലും മരത്തിൽ ചവിട്ടിക്കയറി സ്റ്റേഡിയത്തിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന ആരാധകരെയാണ് കാണുന്നത്. നേരത്തെ തന്നെ RCBയുടെയും ചെന്നൈയുടെയും ആരാധകർ ഈ ഫാൻ ഫൈറ്റ് കുറച്ചധികമായി തമ്മിൽ തല്ലുന്ന കാഴ്ചയും ഇല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ പോരിനപ്പുറം പോകുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു ടീം ജയിച്ചു വരുമ്പോൾ നമ്മൾ അതിൽ വലിയ രീതിയിൽ സന്തോഷിക്കേണ്ട നിമിഷമാണ്. പക്ഷേ അത് ഒരു പരിധി വിടുന്നു. അതിന് മതിയായ സുരക്ഷ ഒരുക്കാൻ സർക്കാരിനായില്ല, അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് അതിനൊക്കെ വിശേഷിപ്പിക്കാം. എന്താണ് ഈ അപകടത്തിന് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ നിമിഷമാവേണ്ടതായിരുന്നു, ഏറ്റവും ആഹ്ലാദകരമായ നിമിഷമാവേണ്ടതായിരുന്നു. അവിടെയാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ചിരിക്കുന്നു. 7 പേർ മരിച്ചു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ സർക്കാർ സംവിധാനങ്ങൾ സ്ഥിരീകരിക്കേണ്ടതാണ്.